നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അടിമാലി ലക്ഷം വീട് ഭാഗത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹതപ്പെട്ട യുവാക്കളെ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് താൻ മുന്നിൽ കാണുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകുമെന്ന KPCC സെക്രട്ടറി MN ഗോപി. വിജയസാധ്യത മുൻനിർത്തിയാകും സ്ഥാനാർത്ഥി നിർണയം നടക്കുക എന്നും MN ഗോപി. UDF സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങൾ ഭൂപതിവ് നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് ഇല്ലാതാക്കിയത് LDF സർക്കാരെന്നും ജില്ലയെ സ്വതന്ത്രമാക്കിയെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി ലക്ഷം വീട് ഭാഗത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പാണെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെത്തുന്നതിനായി ഇടുക്കി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിംഗ് ആൻഡ് ജിയോളജി, ദേശീയപാത വിഭാഗം, പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയാണ് സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പാണെന്ന് റിപ്പോർട്ടിലുള്ളതായാണ് വിവരം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ മാസം 25-ന് രാത്രി 10 മണിയോടെയാണ് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. ലക്ഷം വീട് ഭാഗത്തെ 9 വീടുകൾ മണ്ണിടിച്ചിൽ തകർന്നു. ദുരന്തത്തിൽ പ്രദേശവാസിയായ ബിജു മരണപ്പെടുകയും ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സന്ധ്യയുടെ വലതുകാൽ മുറിച്ചു മാറ്റിയ ശേഷം ഇപ്പോഴും കളമശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 27-ന് തന്നെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ കളക്ടർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. 4 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചത്. പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും മണ്ണിന്റെ ഘടനയും ഉൾക്കൊള്ളാതെ മണ്ണിടിച്ചു മാറ്റിയത് ദുരന്തത്തിന് വഴിയൊരുക്കിയെന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. സിറ്റുവേഷൻ അടിമാലി. കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹതപ്പെട്ട യുവാക്കളെ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് താൻ മുന്നിൽ കാണുമെന്നും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കളെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പരിഗണിക്കുവാൻ നേതൃത്വം തയ്യാറാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ. 10-25 വർഷമായി കാലാകാലങ്ങളായി മാറി മാറി മത്സരിക്കുന്നവർ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സീറ്റിന് അർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട്. അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഇവിടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, സീറ്റ് നമ്മൾ ചോദിക്കും, പക്ഷേ സീറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ പാർട്ടിക്ക് എതിരാകുന്ന സമീപനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ മാതൃകയാക്കേണ്ട വസ്തുതയാണ്. ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ ത്രിതല സഭയിലേക്ക് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായി വരുന്നവരെ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കും. പാർട്ടിയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതോടൊപ്പം തന്നെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകുമെന്ന KPCC സെക്രട്ടറി MN ഗോപി. വിജയസാധ്യത മുൻനിർത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുക എന്നും ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നും MN ഗോപി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കുള്ള സംവരണത്തെ സംബന്ധിച്ച് അധ്യക്ഷ പദവിയിലേക്കുള്ള സംവരണത്തെ സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൊടുപുഴ വനിതാ സംവരണവും തൊടുപുഴ മുനിസിപ്പാലിറ്റി വനിതാ സംവരണവും കട്ടപ്പന മുനിസിപ്പാലിറ്റി ജനറൽ ആവുകയും ഗ്രാമപഞ്ചായത്തുകളിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നായ നെടുങ്കണ്ടവും ജനറൽ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കുതിച്ചുചാട്ടം ഇടുക്കി ജില്ലയിലെ
ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള വാഗ്ദാന ലംഘനങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്ന നെടുങ്കണ്ട ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ഭരണ വൈകല്യങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഹിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ 2 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും. അതിനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ആകമാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്ത്രീ സംവരണം 50% വരുത്തണമെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. സംവരണം നോക്കാതെ വിജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്കും മതിയായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും. UDF സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങൾ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി LDF സർക്കാർ ജില്ലയെ സ്വതന്ത്രമാക്കിയതായി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. LDF കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനമുന്നേറ്റ ജാഥകളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CB വർഗീസ്. 6 പതിറ്റാണ്ടത്തെ ജനങ്ങളുടെ ദുരിതത്തിന് സർക്കാർ അറുതി വരുത്തി. കട്ടപ്പനയിൽ ഉൾപ്പെടെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനും ഉത്തരവായി. ഇതിനെതിരെ കോൺഗ്രസും BJPയും നടത്തിവന്ന കള്ളപ്രചാരണങ്ങളും ജനം തള്ളിക്കളഞ്ഞു. ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കിയതായും CB വർഗീസ് പറഞ്ഞു. സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുപിടിച്ച മുന്നോട്ടു പോകുന്നു. സർവതല വികസനത്തിനും ജനക്ഷേമത്തിനും പ്രഥമ പരിഗണന നൽകുന്നു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ക്ഷേമ പെൻഷൻ വർധനവുമെല്ലാം ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്തും ജില്ല മുന്നേറി കഴിഞ്ഞു. 2 മാസത്തിനുള്ളിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിക്കുമെന്നും CB വർഗീസ് പറഞ്ഞു. ഒന്നാം തീയതി കേരളം അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇനി അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുമില്ല എന്ന അഭിമാനത്തോടുകൂടി ഈ കേരളം പ്രഖ്യാപിച്ച് കേരളം ലോകത്തിന് മാതൃകയായി. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം. LDF സൗത്ത് മേഖലാ ജാഥയിൽ MC ബിജു, ഗിരീഷ് മാലിയിൽ, ബിജു വാഴപ്പനാടി എന്നിവരും നോർത്ത് മേഖലാ ജാഥയിൽ KP സുമോദ്, സനീഷ് മോഹൻ, ഷാജി കുത്താടിയിൽ, ഈസ്റ്റ് മേഖലാ ജാഥയിൽ ടോമി ജോർജ്, KN കുമാരൻ, ബിജു ഐക്കര എന്നിവരാണ് യഥാക്രമം ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, മാനേജർ. 3 ജാഥകളും ഇടുക്കി കവലയിൽ സംഗമിച്ച ശേഷം പ്രകടനമായി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സമ്മേളനത്തിൽ LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ CS സജേഷ് അധ്യക്ഷനായി. നേതാക്കളായ VR സജി, അഡ്വക്കേറ്റ് മനോജ് M തോമസ്, ആൽവിൻ തോമസ്, MK ജോസഫ്, VS എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ കട്ടപ്പന. BMC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സേനാപതി രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന NRCT കനകപ്പുഴ മാങ്ങാത്തൊട്ടി റോഡിന്റെയും കനകപ്പുഴ പാലത്തിന്റെയും ഉദ്ഘാടനം നടന്നു. ഉടുമ്പൻചോല MLA M മണി ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡ് വികസനം എന്ന നാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. സേനാപതി രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് NRCT മാങ്ങാത്തൊട്ടി റോഡ്. റോഡിൽ പന്നിയാർപ്പുഴയ്ക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞ പാലവും തകർന്നു കിടക്കുന്ന റോഡും ഗതാഗതയോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉടുമ്പൻചോല MLA M മണിയെ കണ്ട് നേരിട്ടറിയിച്ചിരുന്നു. തുടർന്നാണ് റോഡ് നിർമ്മിക്കുന്നതിനായി 6,45 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ റോഡിന്റെയും പുതിയ പാലത്തിന്റെയും ഉദ്ഘാടനം M മണി MLA നിർവഹിച്ചു. നിലവാരമുള്ള റോഡ് വികസനം ഇത്രയധികം ഇടുക്കിയിൽ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും അതിന് കാരണം ഇടതുപക്ഷ സർക്കാരാണെന്നും M മണി MLA പറഞ്ഞു. ഒരു പരദേശിയായി നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. അതെൻ്റെ മണ്ഡലം മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും, അത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഏറ്റവും അധികം റോഡുകൾ നിർമ്മിച്ച, യാത്രാ സൗകര്യം ഒരുക്കിയ ഒരു കാലഘട്ടം ഇതിനു മുമ്പില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റോഡും പാലവും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ കരുതുകയാണ്. പുതിയതായി നിർമ്മിച്ച കനകപ്പുഴ പാലത്തിന് സമീപം നടന്ന ഉദ്ഘാടന യോഗത്തിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷത വഹിച്ചു. സേനാപതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ സ്വാഗതം ആശംസിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, മത സാമുദായിക നേതാക്കൾ, മറ്റ് 100 കണക്കിന് നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്.
സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, സ്വയം പര്യാപ്തരാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ബൈസൺവാലിയിൽ നടന്നു. 1,05,00,000 രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കെണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക, ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെ തെരഞ്ഞെടുത്ത 11 കുടുംബശ്രീകൾക്കാണ് 1,05,00,000 രൂപ വീതം വിതരണം ചെയ്തത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത്. 6% പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം. ബൈസൺവാലി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ശൈലജ സുരേന്ദ്രൻ വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളെ സ്വന്തം കാലിൽ നിർത്തുക, സാമ്പത്തികമായി പുരോഗതിയിലെത്തിക്കുക എന്നതാണ് വനിതാ വികസന കോർപ്പറേഷന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനം ആണെന്ന് നമുക്കറിയാം. എന്നാൽ അവർക്ക് കുറെ കൂടി ഊർജ്ജസ്വലമായ പാതയുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇടപെടലിലേക്ക് പോകാനാണ്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നിൽ, CDS ചെയർപേഴ്സൺ സുനോയി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജമ്മ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി പ്രേംകുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. LDF ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന വിളംബര ജാഥ ഉപ്പുതറയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് LDF ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. R. രവികുമാർ ക്യാപ്റ്റനായുള്ള ജാഥ 4 മൈലിൽ നിന്നും MD മനോജ് ക്യാപ്റ്റനായുള്ള ജാഥ കൂവലറ്റത്ത് നിന്നുമാണ് ആരംഭിച്ചത്. 2 ജാഥകളും ഉപ്പുതറയിൽ സംഗമിച്ച കൂറ്റൻ പ്രകടനത്തോടെയാണ് സമാപിച്ചത്. സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതിരഹിത മതനിരപേക്ഷ വികസിത കേരളം, അതാണ് LDF കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. വേണം നമുക്കൊരു പുതുകേരളം. പുതുകേരളം കെട്ടിപ്പടുത്തു. 2016 2022 നിന്ന് 2017 LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ഷിബ സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ് നേർണാകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. LDF നേതാക്കളായ VP ജോൺ, ആശ ആന്റണി, K കലേഷ് കുമാർ, EV ജോസഫ്, ലാൽ എബ്രഹാം, KR പ്രസാദ്, ഷീല രാജൻ, MU സതീശൻ, K സത്യൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ പണി കഴിപ്പിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി തുക അനുവദിച്ചിരുന്നത്. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് ഓപ്പൺ ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. വിശാലമായ ഗ്രൗണ്ടിനൊപ്പം വിശാലമായ ഓഡിറ്റോറിയവും സ്കൂളിന് സ്വന്തമായി. ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി തുക അനുവദിച്ചിരുന്നത്. ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അടിമാലി പഞ്ചായത്തിൻ്റെ മറ്റൊരു പരിപാടി ഇവിടെ വെച്ച് നടന്നത്. അന്ന് ആ പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചതാണ്. അപ്പോൾ ഈ ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ഇത്തരമൊരു സൗകര്യം വളരെ
ഈ അവസരത്തിൽ ഈ നിലയിലേക്ക് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പണി പൂർത്തീകരിച്ച് കൊണ്ടുവന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സോളി ജീസസിനെ പ്രത്യേകമായി ഈ നാടിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച മിനി മാച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധയിടങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെളിച്ചം പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് 50ഓളം മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും 1 കോടി രൂപയോളമാണ് പഞ്ചായത്ത് പദ്ധതി നടത്തിപ്പിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അടിമാലി പഞ്ചായത്തിൻ്റെ പ്രത്യേകമായ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 50 മിനി മാസ്റ്റ് ലൈറ്റുകൾ പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രോജക്റ്റാണ് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത്. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ മോർണിംഗ് സ്റ്റാർ ആശുപത്രിയുടെ മുൻവശത്ത് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഇവിടെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. 24 മണിക്കൂറും. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TS സിദ്ദീഖ്, KS സിയാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ എല്ലാ പ്രധാന ജംഗ്ഷനുകളിലും പദ്ധതിയിലൂടെ മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. ഭരണഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും വിവര പൊതുജന സമ്പർക്ക വകുപ്പും സംയുക്തമായി സർക്കാർ ജീവനക്കാർക്കായി ഭാഷാ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. പേഴ്സണൽ രജിസ്റ്ററിന്റെ മലയാള പദം ഏത്? ഡെപ്യൂട്ടേഷൻ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നീ വാക്കുകളുടെ മലയാളം എന്ത്?
സർവീസ് ജീവിതത്തിൽ നിത്യേന ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും ക്വിസ് മാസ്റ്ററുടെ ചോദ്യത്തിനു മുന്നിൽ പലരും ഒന്ന് സംശയിച്ചു. പേഴ്സണൽ രജിസ്റ്ററിന് തൻപതിവേട് എന്നും ഡെപ്യൂട്ടേഷന് അന്യത്ര സേവനമെന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് നിരാക്ഷേപ സാക്ഷ്യപത്രമെന്നും ജീവനക്കാർ ഉത്തരം നൽകിയപ്പോൾ ഭരണഭാഷ പ്രശ്നോത്തരി മത്സരം ആവേശകരമായി മാറി. നമ്മളെ നമ്മളായി മാറ്റുന്നതിന് സഹായിച്ചത് നമ്മുടെ ഭാഷയാണ്. കേവലം മജ്ജയും മാംസവും എന്നതിനപ്പുറത്തേക്ക് സാംസ്കാരികമായോ ഭൗതികമായോ വൈജ്ഞാനികമായോ എന്തെങ്കിലും ഒരു വളർച്ച നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെ ഭാഷയോടാണ്. പ്രഭാഷകനും കോളമിസ്റ്റുമായ റാഷി മാക്കലായിരുന്നു ക്വിസ് മാസ്റ്റർ. തുടക്കം മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പ്രശ്നോത്തരി മത്സരത്തിൽ പട്ടികജാതി വികസന വകുപ്പിലെ ഓഫീസ് അറ്റൻഡന്റ് അനിൽ ഇ.എൻ. ഒന്നാം സ്ഥാനം നേടി. ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ റിസർച്ച് ഓഫീസർ കെ.ടി. നവാസ് മഹ്മൂദ് രണ്ടാം സ്ഥാനവും റവന്യൂ വകുപ്പിലെ സീനിയർ ക്ലർക്ക് കെ. മനേഷ് മൂന്നാം സ്ഥാനവും നേടി. മലയാള ഭാഷ, സാഹിത്യ മേഖല, കേരളത്തിലെ സാംസ്കാരിക രംഗം എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളുള്ള പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശരിയുത്തരം നൽകിയ 4 പേരെ അന്തിമഘട്ടത്തിലേക്ക് തെരഞ്ഞെടുത്തു. തുടർന്ന് 12 ഘട്ടങ്ങളായാണ് മത്സരം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ അസിസ്റ്റന്റ് എഡിറ്റർ സുനിൽകുമാർ എം.എൻ., അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അരുൺ എം., ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. മുളകുവള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പുത്തൻപുരയ്ക്കൽപ്പടി തറപ്പേൽപ്പടി റോഡ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ തൊട്ടിക്കാനം കുരിശുപള്ളിപ്പടി കുടിവെള്ള പദ്ധതി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൻ്റെ ഈ റോഡിൽ ഈ വാർഡിൽ ഞാൻ മത്സരിക്കാനായി വരുമ്പോൾ എന്നെ ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ട് പറയുമായിരുന്നു ഇവിടെ കുടിവെള്ളമില്ലെന്നും ഇവിടെ ഗ്യാസിൻ്റെ വണ്ടി കയറി വരുന്നതിന് ലോറി കയറി വരുന്നതിന് തടസ്സമുണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഒരിടത്തും ചെന്നാൽ ഒരു പരാതിയില്ലാണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്ത് മുന്നേറിയാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി ചാക്കോ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. കട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, പുളിയന്മല ക്രൈസ്റ്റ് കോളേജ്, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന, വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എത്ര നല്ല മനസ്സിനുടമകളാണെന്നറിയാമോ? അപ്പം അവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇവരുടെ ഈ ഒരു സേവനങ്ങൾക്ക് ഈ കട്ടപ്പനയിലേക്ക് എത്തിയ മെമ്മോറിയൽ തൊടുപുഴ ആശുപത്രിയിലെ എല്ലാ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം.ബി. ജോർജ് കുട്ടി അധ്യക്ഷനായിരുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫഹീം ഇജാസ് ക്ലാസ് നയിച്ചു. വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഒറ്റപ്ലാക്കൽ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അജോ എബ്രഹാം, സിബിച്ചൻ ജോസഫ്, ജൂബിൻ ജോസഫ്, PM ജോസഫ്, മോൻസി മഠത്തിൽ, ജെയ്മോൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ വിദഗ്ധരായ ഡോക്ടർ ഫഹീം ഇജാസ്, ഡോക്ടർ ഫെമി എൽസ എന്നിവരും മറ്റ് ജീവനക്കാരുമാണ് ക്യാമ്പ് നയിച്ചത്. ജനറൽ മെഡിസിൻ, ഒക്കോളജി വിഭാഗം എന്നിവയുടെ സേവനമാണ് ലഭ്യമാക്കിയിരുന്നത്. പരിശോധനകൾക്ക് പുറമെ ചികിത്സകളും മരുന്നുകളും സൗജന്യമായി നൽകി. റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ബൈജു ജോസ്, ജോജി ഫ്രാൻസിസ്, ഷാഹുൽ ഹമീദ്, ജോസഫ് ജോൺ, ജോസ് അറക്കൻ, ഫിലിപ്പ് ജോസഫ്,
VP നാരായണൻ, ടോണി ജോസ്, ആൻസി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കട്ടപ്പന. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ, വെള്ളി ഗ്രാമിന് 164. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി ലക്ഷം വീട് ഭാഗത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു. കാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി അർഹതപ്പെട്ട യുവാക്കളെ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്തുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് താൻ മുന്നിൽ കാണുമെന്ന മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകുമെന്ന KPCC സെക്രട്ടറി MN ഗോപി. വിജയസാധ്യത മുൻനിർത്തിയാകും സ്ഥാനാർത്ഥി നിർണയം നടക്കുക എന്നും MN ഗോപി. UDF സർക്കാരുകൾ ഇടുക്കിക്ക് മാത്രമായി അടിച്ചേൽപ്പിച്ച കരിനിയമങ്ങൾ ഭൂപതിവ് നിയമത്തിലൂടെ ഭേദഗതി ചെയ്ത് ഇല്ലാതാക്കിയത് LDF സർക്കാരെന്നും ജില്ലയെ സ്വതന്ത്രമാക്കിയെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.